ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കരിമ്പിൽ അങ്ങാടിയിൽ നിന്നും ചുള്ളിപ്പാറ റോഡിൽ സമൂസക്കുളത്തു നിന്നും കുനൂമൽ, അതുപോലെ തന്നെ ചെറുമുക്ക് പള്ളിത്തായം വരെയുള്ള ഒരു ഡ്രോൺ വീഡിയോയാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ എത്രത്തോളം വെള്ളമാണ് നമ്മളെ ഏരിയയിലൊക്കെ കൂടിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. നമ്മുടെ പ്രവാസികൾക്കും എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വീഡിയോ ഒന്ന് കണ്ടാക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഡ്രോൺ നമ്മൾ പറത്താൻ പോയിട്ടോ. അങ്ങനെ അത് ഉയർന്നു. കരിമ്പിലങ്ങാടിയുടെ മനോഹരമായ ആകാശക്കാഴ്ചയും കണ്ട് നമുക്ക് ചുള്ളിപ്പാറ റോഡിന് സമൂസക്കുളത്തെത്താം. കക്കാട് കഴിഞ്ഞ് കരിമ്പിൽ അങ്ങാടി ദേശീയപാതയുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാൽ കുണ്ടലങ്കാട് ചുള്ളിപ്പാറ റോഡ്. നമുക്കറിയാം, ദേശീയപാതയുടെ വികസനം റോഡ് വന്നതിന് ശേഷം നമ്മുടെ കരിമ്പിലങ്ങാടിയുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ളത് ഈ അങ്ങാടിയിൽ നിന്നും നീള ചുള്ളിപ്പാറ ഭാഗത്തേക്കുള്ള റോഡാണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് നമ്മൾ തിരിയുകയാണ്. ഇതുണ്ടല്ലേ, ഈ കാണുന്ന ഏരിയയാണ് ചുള്ളിപ്പാറ റോഡ്. ഇവിടെയാണ്, ഈ ഭാഗത്തേക്കാണ് കരിമ്പിലങ്ങാടിയുടെ 80% പുതുതായിട്ടുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിന് ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഏരിയ ഒക്കെ കാണാൻ തുടങ്ങി. നമ്മളിപ്പോൾ കരിമ്പിലങ്ങാടിയിൽ ആ വളവ് തിരിഞ്ഞ് വീണ്ടും സ്ട്രൈറ്റ് പോയി വീണ്ടും തിരിഞ്ഞ് നേരെ സ്ട്രൈറ്റ് വന്ന് അങ്ങോട്ട് കുണ്ടലങ്കാട് കഴിഞ്ഞാൽ, കുണ്ടലങ്കാട് മദ്രസ പള്ളിയൊക്കെയുള്ള ചെറിയൊരു അങ്ങാടിയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സമൂസക്കുളം. അവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പല ആളുകളും പല ദിക്കുകളിൽ നിന്നും എത്തുന്നൊരു ഏരിയയാണ് സമൂസക്കുളം. പാടത്തിനോട് ഒത്ത സെൻറ്റർ ഭാഗത്ത് സമൂസയുടെ ആകൃതിയുള്ള ആ സമൂസക്കുളത്തിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ മുന്നേ ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പല ഏരിയ ആളുകൾ എത്താറുണ്ട് ആ ഭാഗത്ത്. ഇപ്പോഴും അവിടെ നല്ല ജനമാണ്. ഇന്നലെയൊക്കെ നല്ല ആളുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ നമുക്ക് നേരെ ഡ്രോൺ വഴി തന്നെ ഞങ്ങളെ കാണിക്കാം. ഏകദേശം നമ്മൾ പറഞ്ഞ ആ ഇറക്കമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. മദ്രസ കുണ്ടലങ്കാട് കഴിഞ്ഞു. സമൂസക്കുളത്തിൻ്റെ ആ പാടം വയലിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഏരിയകളും അങ്ങാടികളൊക്കെ കുറഞ്ഞതുകൊണ്ട് പലയിടത്തും റോഡായിട്ടും മറ്റൊക്കെ ആയിട്ട് ആളുകൾ ആസ്വദിക്കാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വയൽ പ്രദേശം, പാടം. പ്രത്യേകിച്ച് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ മീൻപിടുത്തക്കാരും തോണി സവാരികളും അതുപോലെ അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ നല്ലൊരു വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ ഭംഗിയും അതുപോലെ തന്നെ റോഡിലൊക്കെ കയറിയിട്ട് കുട്ടികൾ കളിപ്പിക്കാനും കുട്ടികൾ നീന്തം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ കൂടുതലാളും ഏത് ഏരിയയിൽ പാടമുണ്ടോ ആ ഭാഗത്താണ് വൈകുന്നേരമായാൽ കൂടുതൽ ആളുകൾ നമ്മൾ കാണാം. എന്നപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിലും പലയിടത്തുനിന്നും ആളുകൾ എത്തിയതാ സമൂസക്കുളത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമൂസക്കുളത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ അതിൻ്റെ മനോഹരമായ ആ കാഴ്ച നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഡ്രോണിലൂടെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ പല ഇതിലൂടെ കണ്ടതാണ്. വിഷ്വലിൽ ഈ സമൂസക്കുളത്തിൻ്റെ ആ എടുത്ത് കാണിക്കുന്ന അതിൻ്റെ കരിമ്പിൽ നിന്നും ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ഇവിടുന്ന് ഇടത് ഭാഗത്ത് സമൂസയുടെ ആകൃതിയിലുള്ള അല്ലേ അടോക്കി. അതിന് മുന്നേ അത് ഒരു ഇതുപോലെ കോൺക്രീറ്റ് പടവാണെങ്കിലും ഈ വീണ്ടും ഒന്ന് രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് വീണ്ടും സമൂസക്കുളം ആകൃതിയിൽ ഒന്നും കൂടി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതാണ്. ഒന്നുകൂടി ഐറ്റം കൂട്ടിയിട്ട് അതുപോലെ സമൂസക്കുളം ചാരിയിട്ടൊരു തോടും ആദ്യത്തെ തോട് ഒന്നുകൂടി റീകണ്ടീഷൻ ചെയ്ത് ഒന്നുകൂടി വിശാലമായ വലിയ തോടാക്കി വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ പണികളും പൂർത്തീകരിച്ചാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള സമൂസക്കുളം. ഇതിലെ മുന്നത്തെ സമൂസക്കുളം നമ്മൾ ഡ്രോൺ വഴി കണ്ടിരുന്നൊക്കെ പൊന്തക്കാടൊക്കെ ആ ഭാഗത്ത് ഒരു കൈതോലൊക്കെ ഇങ്ങനെ ചുറ്റിലുമായിട്ടുള്ള ഒരു സമൂസക്കുളമായിരുന്നു ആദ്യം. അപ്പോൾ ആ ഭാഗത്ത് അതൊക്കെ വെട്ടി മാറ്റി കൈവേരികൾ വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ സമൂസക്കുളത്തിൻ്റെ ഈ ഒരു സൈഡിൽ അടിപൊളി ഒരു വലിയ ബ്രസീലിൻ്റെ ബോർഡൊക്കെ വെച്ചിരുന്നു. അതുപോലെ തന്നെ അർജൻറ്റീനയുടെ ബോർഡ് നേരെ ഈ ഭാഗത്തും വെച്ചിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നല്ലൊരു കാഴ്ചയുള്ള ഒരു സ്ഥലം കൂടി തന്നെയാണ്. അതുപോലെ കൈവരി ആ ഭാഗത്തും എല്ലാ രണ്ട് ഭാഗത്തായിട്ട് കൈവരിയും വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുടെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇപ്പോൾ ആളുകൾ, ഞാൻ ഡ്രോൺ തിരിക്കുമ്പോൾ റോഡും അതുപോലെ സമൂസക്കുളത്തിൻ്റെ ആ ഒരു വ്യൂ കുറച്ചുകൂടി ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ആ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ കാണുന്ന റോഡ് നമ്മുടെ കുനൂമൽ ഭാഗത്തേക്കുള്ള റോഡാണ്. കുനൂമൽ ഭാഗത്തേക്കുള്ള റോഡ് ഇവിടുന്ന് അങ്ങോട്ടൊരു 200-150 മീറ്ററോളം പൊന്തകൾ, അതായത് മരങ്ങൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും വെച്ച് പിടിപ്പിച്ച് ഉയർത്തിയിട്ട് ഇങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് നിൽക്കുന്നത് തന്നെ നല്ലൊരു വൈബാണ്. ഇവിടുന്നൊക്കെ ഒരു വീഡിയോ എടുക്കുകയാണ്. സമൂസക്കുളത്തിന് ഇവിടുന്ന് അങ്ങോട്ട് ആ റോഡിൻ്റെ ഭാഗത്തേക്കൊക്കെ രാവിലെ ഇലകൾ ഇളകാത്ത സമയത്ത്, അനക്കമില്ലാത്ത സമയത്തൊക്കെ ആ പാടത്തെ തവളകളും അതുപോലെ തന്നെ ഈ പക്ഷികളും കാക്കകളൊക്കെ ശബ്ദത്തോടു കൂടി ഇങ്ങനെ രാവിലെയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഞാനൊരു മുമ്പ് ഇതിൻ്റെ ആ ഒരു വീഡിയോ എടുത്താണ്ട് റീലാക്കിയിട്ടിരുന്നു. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു ആസ്വാദകരമാണ് ആ സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക്.
എന്നപോലെ സമൂസക്കുളത്തിന്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് തന്നെയാണ് രാവിലെ മോർണിംഗ് സവാരിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് സമൂസക്കുളം, കുനൂമൽ, തിരൂരങ്ങാടി, അങ്ങനെ ചെറുമുക്ക്, തിരൂരങ്ങാടിക്കുള്ള റോഡ്, ചെറുമുക്കുള്ള റോഡ്, ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം നമുക്ക് നടന്ന് തിരിച്ചു വരുമ്പോൾ 5 കിലോമീറ്റർ നടക്കാനുള്ള ദീർഘമുള്ള ഒരു ഏരിയയും കൂടിയാണ് സമൂസക്കുളം ഈ ഭാഗം. അത് നമ്മൾ സമൂസക്കുളത്തിൻ്റെ ആ മനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മളിപ്പോൾ യാത്ര ഇവിടെ നിന്ന് അങ്ങോട്ട് കുനുമൽ ഭാഗത്തേക്കാണ്. നമ്മൾ പറഞ്ഞ ആ മരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ റോഡാണ്, റോഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാലും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് കാണാൻ പറ്റും. ഇവിടെയൊക്കെ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി കുനുമൽ ഭാഗത്തേക്ക് പോകുന്നത് അത്ര ഹൈറ്റില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ റോഡിലൊക്കെ ചെരുപ്പടിക്ക് മുട്ടിൻ ഭാഗമൊക്കെ ആയിട്ട് വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ബൈക്കൊക്കെ പോകുമ്പോൾ കാണാം വെള്ളം ഇങ്ങനെ തെറിച്ച് പോകുന്നത് കാണാം. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ഇവിടെ. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്ക്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളൊക്കെ പല ഭാഗത്തേക്കൊന്ന് പറഞ്ഞ് ഇവിടെ തോട്ടിലേക്കും സമൂസക്കുളായാലും കുനുമൽ ഈ ഭാഗത്തായാലും ശരി സമൂസക്കുളത്തൊക്കെ ഒറ്റപ്പെട്ട് വരുമ്പോൾ കൂട്ടത്തോടെ ആളുകൾ ചാടുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ജാഗ്രത വളരെ അത്യാവശ്യമാണ്. മാതാപിതാക്കൾ കുട്ടികളെ ഈ ഭാഗത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഇതിന് മുന്നേ നമ്മൾ അപകടങ്ങളൊക്കെ അറിയുന്നതുമാണ് സമൂസക്കുളം ഭാഗത്തൊക്കെ. അപ്പോൾ ഏതായാലും ഇതാക്കുളം ഭാഗത്ത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയാൽ കുനുമൽ ഏരിയയിലെത്തി. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ ചൂണ്ടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും ചൂണ്ടൻ്റെ ആളുകൾ ചൂണ്ടയിടുന്ന ഒരു ഏരിയയും കൂടിയാണ് കുനുമൽ ഭാഗം. ഇവിടെ 4 കവല 4 ഭാഗത്തു നിന്ന് വരുമ്പോഴും ടച്ച് ചെയ്യുന്ന ഭാഗം കക്കാട് തങ്ങളപ്പടി ഭാഗത്തു കൂടെ ചെറുമുക്കിലേക്ക് ചുള്ളിപ്പാറയിലേക്ക് കടന്നു പോകാം. ഇവിടെ നേരെ അങ്ങോട്ട് ചെറുമുക്ക് തിരുവങ്ങാടി ഭാഗം, അങ്ങനെ ജംഗ്ഷൻ ഭാഗം, ഇതാണ് കുനുമൽ കനാൽ. അപ്പോൾ നമ്മളവിടുന്ന് ഇങ്ങനെ വന്ന് ഒന്നും കൂടി തിരിച്ച് സമൂസക്കുളത്തിൻ്റെ ആ ഒരു ഏരിയയും കൂടി നമുക്ക് കാണാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഏരിയ നമ്മൾ വന്ന ആ ഏരിയ നോക്കി അടിപൊളിയാട്ടോ. പറഞ്ഞ പോലെ ഇരുവശവും മരങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് പൊന്തക്കാടിൽ അമർന്ന് നിൽക്കുന്ന, അതിൻ്റെ അടിഭാഗത്തുള്ള ആൾ കടന്നു പോകുന്ന പോലും മേലെ നമ്മൾ ഡ്രോൺ വഴി എടുക്കുമ്പോൾ കാണാൻ പറ്റില്ല. അത്രക്കും അടിപൊളി ഒരു ഏരിയ തന്നെയാണ് സമൂസ ടു കുനുമൽ കനാൽ ഈ ഭാഗം വരെയുള്ള റോഡ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പള്ളിക്കത്തായം തിരൂരങ്ങാടി, പള്ളിക്കത്തായം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇടത് ഭാഗത്തേക്ക് ചെറുമുക്ക് റോഡും വലത് ഭാഗത്തേക്ക് തിരൂരങ്ങാടി ഭാഗത്തേക്കുള്ള റോഡാണ്. ഇവിടെയും കുറഞ്ഞ ഭാഗങ്ങളൊക്കെ വലിയ മരങ്ങളാൽ മൂടപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വീടുകളൊക്കെ പണിത സ്ഥലങ്ങളോട് ചാരിയിട്ടുള്ള റോഡിനോടെയാണ് നമ്മൾ ചെറുമുക്ക് പള്ളിക്കത്തായം റോഡ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഈ സൈഡിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴ്ന്ന പ്രദേശവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മഴ പെയ്താൽ വെള്ളം പാടത്ത് കയറി കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് കയറുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു സൈലൻസിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ കണ്ടൊരു കാഴ്ച, ബൈക്കിന് 2 ബൈക്കുകൾക്ക് വെള്ളം കയറിയിട്ട് അവിടെ സൈഡാക്കി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വാഹനം ഓടിച്ചു പോകുന്നവർക്ക് ശ്രദ്ധിക്കുക, വെള്ളം കുറവാണെന്ന് വിചാരിച്ച് കടന്നു പോകേണ്ട, ഉറപ്പുവരുത്തിയതിന് ശേഷം കടന്നു പോവുക. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ കടന്ന് ഏകദേശം തിരുവരങ്ങാടിക്ക് പോകുന്ന റോഡിനോട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഏരിയകളാണ്, നല്ല ദീർഘ ഏരിയകളാണ്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറയുന്ന മോർണിംഗ് സവാരിക്കാരൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, എന്നും രാവിലെ ഇവിടെ വന്നാൽ കാണുന്ന യുവാക്കളും മുതിർന്നവരും സ്ത്രീകളും അങ്ങനെ കൂട്ടത്തോടെ നടന്നു പോകുന്ന ആ ഒരു വ്യൂ. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത വേറൊന്നും എടുത്ത് പറയാനുള്ളത്, നല്ല നീളമേറിയ കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്നൊരു പാടയാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നാൽ അത് രസകരമായ കാഴ്ചയാണ്. ചെറിയ ഓളങ്ങളാൽ കാണാനും അതിനുവേണ്ടി ടെൻറ്റുകൾ ആളുകൾക്ക് ഇരിക്കാനും സൊറ പറഞ്ഞിരിക്കാനും അതുപോലെ ആസ്വദിക്കാനും പറ്റിയ ഒരുപാട് ഓരോരോ ഷെഡുകൾ ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ തോണി, മീൻപിടുത്തക്കാർ, ചായക്കടകൾ, തോണി മോഡലുണ്ടാക്കിയ ഷെഡുകൾ, അതുപോലെ പ്രാവിനെ വളർത്തുന്ന ഏരിയ, അങ്ങനെ എല്ലാം കൊണ്ടും രസകരമായൊരു സ്ഥലം തന്നെയാണ് ഇതിൽ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ നമ്മളിതാ ആ പറഞ്ഞ ഷെഡൊക്കെ അങ്ങനെ കാണാൻ പോകുമ്പോൾ വെള്ളമൊക്കെ പരന്ന് കിടക്കുകയാണ് ആമ്പൽക്കുളങ്ങൾ കൊണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും രസകരമായ ഒരു ഏരിയയിലേക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ ഡ്രോൺ വഴി ഞാൻ ആ ഏരിയയിൽ നിന്നുള്ള വ്യൂകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഡ്രോൺ പോകാൻ പറ്റണില്ല, അതുകൊണ്ട് താൽക്കാലികം നിർത്തട്ടോ. ഡ്രോണിൻ്റെ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ തുടക്കം കരിമ്പിൽ അങ്ങാടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത്
നമ്മൾ ചുള്ളിപ്പാറ റോഡിൻ്റെ സമൂസക്കുളത്തിൻ്റെ ആ സൂപ്പർ കാഴ്ചയും അവിടുന്ന് ഇങ്ങോട്ട് മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു കിടക്കുന്ന പാടത്തെ സെൻട്രൽ റോഡിന് വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഏരിയയും കടന്ന് കുനൂമൽ ഭാഗത്തെ വീഡിയോ കാണിച്ച് അവിടുന്ന് ഈ ഭാഗം വരെയുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ പല വീടുകൾക്കും വെള്ളം കയറിയ സാഹചര്യം ഇപ്പോഴും ഉണ്ട്, നമുക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ഡ്രോൺ വീഡിയോയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ വെള്ളം മിതത്വത്തോടു കൂടി ആവട്ടെ എന്ന പ്രത്യാശയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ താൽക്കാലികമായി അടുത്തൊരു വീഡിയോ വരാം. എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.